2024 വിട പറയാനിരിക്കുകയാണ് നമ്മൾ. ഈ വർഷം ലോകം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഡേറ്റ ഓഫ് ദി വീക്കിൽ. അപ്പോൾ ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ 2024 വന്നത് എന്താണ്? ആദ്യമായി ന്യൂസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വന്നത് എന്താണ്? വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് US ഇലക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. വാർത്താ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയായിരുന്നു. ആരാകും ലോകത്തെ ഭരിക്കാൻ വരിക എന്ന ആകാംക്ഷ തന്നെയാണ് ഈ ഒരു സെർച്ചിന് പിന്നിലുള്ളത്. എക്സസീവ് ഹീറ്റ് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു 2024. അത്യുഷ്ണം കാരണം നിരവധി മരണങ്ങൾ പല രാജ്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് നമ്മെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ലോകം അന്വേഷിച്ചു. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ വ്യക്തിഗത വിഭാഗത്തിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നത് ഒന്നാമത്തേത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു. നമുക്കറിയാം, ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 4ലധികം ക്രിമിനൽ കേസുകൾ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഇലോൺ മസ്കിൻ്റെ അടക്കം പിന്തുണ നേടിയതും ശ്രദ്ധേയമായിരുന്നു. രണ്ടാമത്തേത് വന്നത് കാതറിനാണ്. അതായത് ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ്റെ ഭാര്യയാണ് വെയിൽസ് രാജകുമാരി കൂടിയായ കാതറിൻ. അവർക്ക് മാർച്ച് മാസത്തിലാണ് കാതറിന് ക്യാൻസറാണ് എന്നുള്ള വിവരം അവർ തന്നെ ലോകത്തെ അറിയിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ കീമോതെറാപ്പി അടക്കം പൂർത്തിയാക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ അറിയാനാണ് ലോകം കാതറിനെ തിരഞ്ഞത്. ഇനി നമുക്ക് മ്യൂസിക് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ സെർച്ച് കിട്ടിയ ഗായകൻ ഡിഡി എന്നറിയപ്പെടുന്ന സീൻ ജോൺ കോംസ്, അമേരിക്കയിലെ റാപ്പർ സംഗീതജ്ഞനാണ്. ഡിഡിക്കെതിരെ ഈ വർഷം നിരവധി കേസുകൾ അമേരിക്കയിൽ വന്നു. ലൈംഗികാതിക്രമം, കൂട്ടിക്കൊടുപ്പ് തുടങ്ങിയ നിരവധി കേസുകൾ. ലോസ് ഏഞ്ചൽസിലെയും അതേപോലെ തന്നെ മിയാമിലെയും ഡിഡിയുടെ വീടുകൾ ഒരേ സമയം നടത്തിയ റൈഡുകൾ മാധ്യമങ്ങൾ തത്സമയം കാണിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ലോകം ഡിഡിയെ ഇങ്ങനെ തിരയാൻ കാരണം. ഇനി സിനിമാ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്ന സിനിമ, ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ സിനിമ ഇൻസൈഡ് ഔട്ട് 2 ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വാൾട്ട് ഡിസ്നി പിക്ചേഴ്സിനായി നിർമ്മിക്കപ്പെട്ട ഒരു ആനിമേഷൻ ചിത്രമാണ് ഇൻസൈഡ് ഔട്ട് 2. അമേരിക്കയിൽ 2015 പുറത്തിറങ്ങിയ ഇൻസൈഡ് ഔട്ടിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ചിത്രം. കെൽസിമാൻ സംവിധാനം ചെയ്ത ഈ ചിത്രമാണ് ഏറ്റവും കൂടുതൽ 2024 ഗൂഗിളിൽ സെർച്ച് ചെയ്യപ്പെട്ട ചിത്രം. ഇതോടെ വേൾഡ് വിത്ത് അസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. താങ്ക് യു.